യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 30 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു. അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു. എന്നാൽ യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ സ്നാപകനുമായിട്ട് ബന്ധിപ്പിച്ച് കർത്താവ് തൻ്റെ ജീവിതയാത്രയെ ഒന്ന് ജനത്തിൻ്റെ മുമ്പിൽ വിശകലനം ചെയ്യുന്ന ഒരു ചിന്തയാണ് നമുക്ക് മുമ്പിൽ ഈ ദിനങ്ങളിൽ ദൈവം ധ്യാനചിന്തയ്ക്കായിട്ട് നൽകിയിട്ടുള്ളത്. പെന്തക്കോസ്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവപിതാവിന് തൻ്റെ മക്കളോടുള്ള സ്നേഹം എത്രയെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ കൂടെയും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ കൂടെയും യേശുക്രിസ്തുവിൻ്റെ സമർപ്പണത്തിൽ കൂടെയും ഒക്കെയുമാണ്. പെന്തക്കോസ്തിൻ്റെ അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മളോട് വളരെ മനോഹരമായ ഒരു വചനം പറയുന്നുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അവിടുന്ന് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട്. തൻ്റെ ഏകജാതനെ പോലും നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം വലിയ കാരുണ്യം ദൈവപിതാവ് നമ്മളോട് കാട്ടി. അതാണ് ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളവിടെ കാണുന്ന വാക്യമുണ്ട്. തൻ്റെ പിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവിടെ ദാസൻ്റെ വേഷം ധരിച്ചു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വജനപദങ്ങളും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവെന്ന് വിളിച്ചു പറയുന്നതിനും വേണ്ടിയാണ്, പ്രഘോഷിക്കുന്നതിനും വേണ്ടിയാണ്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രഘോഷണം അത് വിശ്വാസത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. വിശ്വാസം എന്ന് പറയുന്നത് കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രബോധനങ്ങളിൽ നിന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിന് വേണ്ടി ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ്. ഈ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത്, അവനെപ്പറ്റി കർത്താവ് നൽകുന്ന സാക്ഷ്യം കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ എന്നാണ്. അതായത് ആ സാന്നിധ്യം തന്നെ ഇരുട്ട് അകറ്റുന്നതാണ്. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലേക്കും പ്രകാശം പ്രസരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. വിശുദ്ധനായ പാദ്രി പിയോ, വിശുദ്ധനായിട്ടുള്ള ഫ്രാൻസിസ് അസീസി, 2-ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഇവരുടെയൊക്കെ ജീവിതയാത്രയിൽ അവർ ജീവിതത്തിൽ ചോദിച്ച ഒന്ന് മാത്രമേ ഉള്ളൂ: കർത്താവിൻ്റെ വചനം ജീവിക്കാനുള്ള അനുഗ്രഹം. ഫ്രാൻസിസ് അസീസി എന്നിട്ട് മാർപ്പാപ്പയുടെ അടുക്കൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്: കർത്താവിൻ്റെ വചനം ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. ഇത് നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തുവിന് വേണ്ടി പ്രഘോഷിക്കാനായിട്ടുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരുടെ സാക്ഷ്യങ്ങളാണ് എപ്പോഴും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അവർ കത്തിജ്വലിക്കുന്ന വിളക്കുകളാണ്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതയാത്രയിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 5 മുറിവുകൾ, പഞ്ചക്ഷതങ്ങളുണ്ടായിരുന്നു. ഈ പഞ്ചക്ഷതങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള നിരന്തര സ്നേഹം, ആ വലിയ സ്നേഹം പൊട്ടിയൊലിക്കുന്നതാണ് ഈ 5 തിരുമുറിവുകൾ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ക്രിസ്തുവായി മാറുന്ന ഒരവസ്ഥ, തന്നെ മുറിച്ചു നൽകുന്ന ഒരവസ്ഥ,
തൻ്റെ ജീവിതയാത്രയിൽ ലോകം ഒന്നുമല്ല, എനിക്കെൻ്റെ ദൈവമാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുവാൻ പര്യാപ്തമാകുന്ന രീതിയിൽ സർവ്വതിലും സ്നേഹത്തെ കണ്ടെത്തുന്ന ഒരു തന്മയീഭാവം ആവിഷ്കരിച്ചെടുക്കുക. ഇതൊക്കെയും നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിലേക്കുള്ള ആഴമായ ബന്ധത്തിലൂടെയാണ്. നമ്മളെപ്പോഴും ജീവിതയാത്രയിൽ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു ഇരുട്ടുമുറിയിലായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഏത് സാധനങ്ങൾ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് എന്നറിയില്ല, അതിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിലേക്ക് നമ്മളൊരു പ്രകാശവുമായിട്ട് കടന്നു വന്നാലോ അടുത്ത നിമിഷം അവിടെ എന്തെല്ലാം നമുക്ക് ചെയ്യണമെന്നറിയാം, ഏതെല്ലാം സാധനങ്ങളാണ് അവിടെ ഉള്ളതെന്നറിയാൻ കഴിയാൻ പറ്റും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു മാർഗനിർദ്ദേശം നൽകുവാൻ തക്കവണ്ണം നമ്മളിൽ പ്രകാശം നിറയും. അതാണ് വേദപുസ്തകത്തിൽ പറയുന്ന യോഹന്നാൻ സുവിശേഷം തന്നെ മനോഹരമായ ഒരു വാക്യം നമ്മളോട് പറയുന്നത്, നിന്നുള്ള പ്രകാശം അന്ധകാരമാകാതിരിപ്പാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. നമ്മളിലെ പ്രകാശം അന്ധകാരമാകാതിരിപ്പാൻ നിരന്തരം നമുക്ക് വേണ്ടത് വിശ്വാസത്തിൻ്റെ എണ്ണയാണ്. വിശ്വാസത്തിൻ്റെ എണ്ണയും പ്രത്യാശയുടെ തിരിയും ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ വിളക്കുകളായിട്ട് മാറുന്നത്. ഈ വിശ്വാസം എപ്പോഴെങ്കിലും തീർന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും വീണ്ടും അത് ഒഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു നിർമ്മലമായ ജീവിത വ്യവസ്ഥിതി നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ കൂദാശകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, നൈരന്തന വേദവായനയിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒക്കെയും നമ്മൾ സ്വായത്തമാക്കിയെടുക്കേണ്ടതാണ്. വിശ്വാസത്തെ ജലിക്കുമ്പോൾ മാത്രമേ ക്രിസ്തു പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. അതാണ് റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുള്ള പറയുന്നത്, ജഡീയ താല്പര്യങ്ങൾ മൂടിയിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ശത്രുവാണ്, ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. കൊരിന്ത്യസ് ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകിയാൽ അവനവയെ സ്വീകരിക്കുന്നില്ല, ആത്മീയ മനുഷ്യനാകട്ടെ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവം എന്താണ് വിവക്ഷിക്കുന്നതെന്ന് വിവേചിച്ചറിയാൻ കഴിയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യർക്കാണ്. ദൈവത്തോട് ആഴമായ ആ കരത്തിന് കീഴെ ചേർന്ന് നിൽക്കാൻ കഴിവുള്ള വ്യക്തിത്വങ്ങൾക്കാണ്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ്, നിൻ്റെ വിശ്വാസത്തിൻ്റെ എണ്ണ എന്നിലേക്ക് പകർന്നു തരണമേ കർത്താവേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നളിച്ച ദൈവമേ, നിൻ്റെ വിശ്വാസത്തിൽ വളരുവാൻ, നിൻ്റെ കരുണയിൽ ഞാൻ ശരണപ്പെടുവാൻ, ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കർത്താവെ എനിക്ക് അനുഗ്രഹവും ശക്തിയും ബലവും തരണമെന്ന് നമുക്ക് ദൈവകരുണയ്ക്ക് മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വേദപുസ്തകം നമ്മളോട് വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ അയച്ച പിതാവ് തന്നെയാണ് എനിക്ക് സാക്ഷി നൽകുന്നത്. എന്നും ദൈവപുത്രൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മുമ്പിലുള്ള ആമേൻ ആയിരുന്നു. നമ്മൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ ആ സ്നേഹവലയത്തിൽ നമ്മൾ വരുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് ആവശ്യപ്പെടുമ്പോൾ കാനായിലെ കുടുംബത്തിൽ വെച്ച് ആ കുടുംബത്തിൻ്റെ കുറവുകളുടെ മുമ്പിൽ അമ്മയുടെ പ്രാർത്ഥനയാൽ ആ ഭവനത്തിന് നന്മകൾ കൊടുക്കുമ്പോഴും കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല. പക്ഷെ തൻ്റെ കുരിശുമരണത്തോട് അടുത്ത് വരുന്ന ദിനങ്ങളിൽ അവിടുന്ന് പറയുന്നത്, പിതാവേ ഇതാ സമയം സമാഗതമായിരിക്കുന്നു എന്ന് പറയുന്നത്. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്, ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയുള്ളൊരു ജീവിതമായിരുന്നു പുത്രൻ്റെ ജീവിതം. ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരും നമ്മൾ പിതാവിന് മഹത്വം കൊടുക്കേണ്ടത് ഈ പുത്രനിലൂടെയാണ്. ഈ പുത്രനെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? പരിശുദ്ധാത്മാവിനെ വേണം. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നൽകിയത്, ഞാൻ പോകുമ്പോൾ മാത്രമേ സഹായകൻ നിങ്ങളിലേക്ക് വരുത്തുള്ളൂ. ഈ സഹായനാണ് നമുക്ക് പാപബോധം നൽകുന്നത്, പശ്ചാത്താപം നൽകുന്നത്, നമ്മുടെ ജീവിതം വിളക്കായിട്ട് മാറുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കിയെടുക്കുന്നത്. കാരണം നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ എപ്പോഴും കർത്താവിൻ്റെ മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് മറയ്ക്കുന്നതാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ മറച്ചു നിർത്തുന്നതാണ്. അത് ദൈവം ചെയ്യുന്നതല്ല, മറിച്ച് നമ്മുടെ തിന്മയാണ്. ആ തിന്മയെ ഒന്ന് ഉരുക്കി മാറ്റാനായിട്ടും ദൈവത്തിൻ്റെ മുഖം കാണുവാനും തക്കവണ്ണം നമ്മളെ ഒരുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയോട് നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ആത്മാവേ എന്നെ ജ്വലിപ്പിക്കണമേ, ആത്മാവേ നിൻ്റെ ശക്തി തരണമേ, പരിശുദ്ധാത്മാവേ നിൻ്റെ ശക്തിയാൽ എൻ്റെ ഈശോയെ ഞാൻ സ്വന്തമാക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നയിക്കണമെന്ന് നമ്മൾ ദൈവത്തോട് മുട്ടിപ്പാട് പ്രാർത്ഥിക്കാം. ഈ പ്രാകാരത്ത് സർവ്വചരാചരങ്ങൾ ഉയർന്നെഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം അറിയിക്കുന്നതെന്നും ആകാശത്തട്ട് അവൻ്റെ കരവേലെ കാണിക്കുന്നു എന്നുള്ള ആ തിരുവചനത്തിൻ്റെ അന്തസാരം ഉൾക്കൊള്ളാൻ കഴിയുന്നത് ദൈവാത്മാവുള്ളൊരു വ്യക്തിക്കാണ്. അല്ലാത്തവർക്ക് ആ ഒരു കാര്യം പ്രകൃതിയുടെ ഒരു കാര്യങ്ങളും ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നത് ബോധ്യപ്പെടുവാനായിട്ട് കഴിയുകയില്ല. അതാണ് നമ്മൾ പാടാറുണ്ടല്ലോ, മനമേ പക്ഷിഗണങ്ങളുണർന്നീത പാട്ടു പാടുന്നു, പരനേ നീയുമുണർന്നീട്ടേശു പകരനെ പാടി സ്തുതിക്കാ. നമ്മുടെ ജീവിതയാത്രയിൽ എൻ്റെ ചുറ്റുമുള്ള സർവ്വതിലും ഞാൻ ദൈവത്തെ കാണാനായിട്ടുള്ള ഒരനുഗ്രഹം എനിക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്.
അതുകൊണ്ട് കർത്താവിന് സാക്ഷ്യം കൊടുക്കുക നമ്മൾ ലജ്ജിതരാകരുത്. ആ ലജ്ജിക്കപ്പെടുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത്. മറിച്ച് ജീവൻ പോയാലും, എൻ്റെ കഴുത്ത് പോയാലും, എൻ്റെ ജീവിതം മുഴുവൻ ഇല്ലാതായാലും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്നുള്ള ശക്തമായ ബോധ്യം. സ്നാപകയോഹന്നാൻ ശ്രദ്ധേയനാകുന്നത് കഴുത്ത് മുറിക്കപ്പെടുന്ന കാലം തൊട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാക്കിയുള്ള ജനം മുഴുവൻ കൂടി വരുമ്പോഴും കർത്താവിൻ്റെ തിരുസന്നിധി കർത്താവിന് വേണ്ടി ശബ്ദിച്ച് ആ ശബ്ദമായിട്ട് മാറിയ ആ ശിരസ് മുറിച്ചെടുത്തുകൊണ്ടാണ് ഹെറോദേസ് രാജാവ് തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. പൗലോസ് 2 ജന്മദിനങ്ങളെപ്പറ്റി പറയുന്നുള്ളൂ. ഒന്ന് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തെപ്പറ്റി, മറ്റൊന്ന് ഹെറോദേസിൻ്റെ ജന്മദിനത്തെപ്പറ്റി. ഹെറോദേസിൻ്റെ ജന്മദിനം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കഴുത്തറുത്തുകൊണ്ടാണ്, ദൈവത്തിന് വേണ്ടി സംസാരിച്ച സ്നാപകൻ്റെ കഴുത്തറുത്തുകൊണ്ടായിരുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓർക്കുക, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി സാക്ഷ്യം കൊടുക്കുമ്പോൾ എൻ്റെ കഴുത്ത് മുറിയപ്പെടേണ്ടി വന്നാലും ആ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. ലോകം മുഴുവൻ ഞാൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടമായാൽ എനിക്കെല്ലാം നഷ്ടമായി എന്നുള്ള ചിന്തയോടെ, ദീപ്തമായ ആ ചിന്തയോടെ നമുക്ക് ഈ പ്രഭാതത്തിൻ്റെ ഈ സ്നേഹ സ്പർശനം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ദൈവം നമ്മോട് കരുണയാകട്ടെ.